ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഓർത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് ചെയ്യുന്നത്. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്കൊരു 19 ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്ലേഗ് ബോണസ് എന്ന സംവിധാനം ചുവടെ തന്നിരിക്കുന്ന ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞതാണല്ലോ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടപ്പം വളരെ വിശദമായിട്ട് ഇതെല്ലാം പറഞ്ഞതാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. എവിടെയാണ് നടന്നത്? അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുജറാത്തിലാണ് നടക്കുന്നത്. ഏത് വർഷമാണ്? 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടക്കുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പ്ലേഗ് ബോണസ് എന്ന സംവിധാനം അത് നിർത്തലാക്കിയതിനെ തുടർന്നാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ നിരാഹാര സമരം ചോദിച്ചാൽ അതാണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഇനി ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഏത് വർഷമാണ്? 1917 എവിടെയാണ് ചമ്പാരൻ? ബീഹാറിലാണ്. ഇനി ഖേദ സത്യാഗ്രഹം, ഖേദയിലെ കർഷക സമരം നടക്കുന്നത് 1918 തന്നെയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹം ആണെങ്കിൽ നമുക്കറിയാം 1930 എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഉപ്പു സത്യാഗ്രഹം. എല്ലാം കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കാണാലോ ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓക്കെ, എ, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. അത് ശരിയാണ്, നമുക്ക് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അതും ശരിയാണ്. സർക്കാർ ജീവനക്കാർ രാജിവെച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. രാജിവെച്ചുകൊണ്ട് എന്നാണോ? അല്ല, അത് തെറ്റാണ്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം എന്നാണ് ശരിയായിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉൾപ്പെടാത്തത്. എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഡി ശരിയാണ്. എന്താ? പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. ഓക്കെ, ഈ വി ഒക്കെ മാറി സമ്മതിക്കണം എന്നായാലൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് കേട്ടോ. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ 2 തവണയൊക്കെ വായിക്കാം. ഓക്കെ, എന്ന് കരുതി ഒരുപാട് സമയമൊന്നും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമ്മൾ കൊടുക്കരുത്. കിട്ടുന്നില്ല വെച്ചാൽ അടുത്തയിലേക്ക് പോവാം. മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തത്, 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ. അപ്പോൾ 1920 എവിടെയാണ് നടന്നത്? മഞ്ചേരിയിലാണ് നടന്നത്. ഓക്കെ, ആ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ്? 1, 2, 3 ശരിയാണ്. അതായത് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് പ്രസ്ഥാനം എല്ലാം ഇതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1920 ലാസ്റ്റത്തെയാണ്, മഞ്ചേരിയിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നാലാമത്തത്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഏതാ വർഷം? 1946 ആരായിരുന്നു നേതാവ്? CK കുമാരപണിക്കറാണ്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? CK കുമാരപണിക്കറാണ്, വയലാർ സ്റ്റാലിൻ കേട്ടോ. ഓക്കെ, പിന്നെ എന്ത് പറയാം? തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും നമ്മുടെ ഈ ഒരു തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 പുന്നപ്ര വയലാർ സമരം ആണ്. ഓക്കെ, നേതാവ് CK കുമാരപണിക്കർ. ഓക്കെ, അടുത്ത ചോദ്യം, 40 മണിയുടെ ക്രമം എന്ന കൃതി രചിച്ചത് ആരാണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. 40 മണിയുടെ ക്രമം എന്നത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെയാണ് 40 മണിയുടെ ക്രമം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് കുറച്ചെണ്ണം പറയാം. ആത്മാനുതാപം, പിന്നെയോ നളാഗമങ്ങൾ,
നളാഗമങ്ങൾ, പിന്നെ ധ്യാന സല്ലാപങ്ങൾ, ഇടയ നാടകങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഓക്കെ, ഞാൻ എഴുതാൻ നിന്നാൽ നിങ്ങളുടെ സമയം പോവും. അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഒന്നും കൂടി പറയാം. ആത്മാനുതാപം, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, ഇടയ നാടകങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഞാൻ പ്രധാനപ്പെട്ടതേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ വി.ടി. ഭട്ടതിരിപ്പാടിനാണെങ്കിൽ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? 3 ആത്മകഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കണ്ണീരും കിനാവും, പിന്നെ കർമ്മവിഭാഗം, ദക്ഷിണായനം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടതാണ്, ആത്മകഥകളാണ്. ഓക്കെ, ഇനി കുമാരഗുരുദേവൻ തന്നെയാണ് എന്ത് പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എന്ത് സ്ഥാപിച്ചത്? PRDS സ്ഥാപിച്ചത്, പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ഇരവിപേരൂരിലാണ്. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ പിന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, ജാതിമീമാംസ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, അങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ട്. ഓക്കെ, എല്ലാം ഒന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞു. ഓക്കെ ആണേ. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ശിവമരുകൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഇതും ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ശിവമരുകൻ ആരാണ്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ് ശിവമരുകൻ എന്നും അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് എന്ത്? സമ്പൂർണ്ണദേവൻ അല്ലേ? സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടിരുന്നതും വൈകുണ്ഠസ്വാമികളാണ്. മുത്തുക്കുട്ടി, മുടിച്ചൂടും പെരുമാൾ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നതും വൈകുണ്ഠസ്വാമികളാണ്. തൈക്കാട് അയ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? തൈക്കാട് അയ്യൻ്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ ബാല്യകാല നാമമാണ് സുബ്ബരായൻ എന്ന് പറയുന്നത്. സുബ്ബരായൻ. പിന്നെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു ആണെങ്കിലോ നാണു എന്നാണ് എന്ത് ഓമന പേര് വരുന്നത് അല്ലേ? യഥാർത്ഥ നാമം ചോദിച്ചു കഴിഞ്ഞാൽ നാരായണൻ. എന്താണ്? നാരായണനാണ്. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പനാണ്. അയ്യപ്പൻ. പിന്നെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? വിദ്യാധിരാജൻ, സർവ്വവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഇവിടെ കറണ്ട് ഇല്ല, ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കറണ്ടും പോയി, ഇൻവെർട്ടറിലെ ചാർജും തീർന്നു. മൊത്തത്തിൽ എല്ലായിടത്തും ഇങ്ങനെയാണോ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് പോവാണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണേ. ഓരോന്ന് വായിച്ചു നോക്കാം. മാതൃദൈവ ആരാധന നിലനിന്നിരുന്നു. ശരി. 2, പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്ന് കരുതപ്പെടുന്നു. അതും ശരിയാണ്. മോഹൻജൊദാരോയിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അതും ശരിയാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ്. സോ ഓപ്ഷൻ സി ആണ് വരിക. 1, 2, 3 നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്നും കൂടി വായിക്കണമെങ്കിൽ വായിച്ചോട്ടോ. 8ാമത്തെ ചോദ്യം. മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, ഇനി 9, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, ഇനി 10, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവത്കൃതമായ വർഷം ഏതാണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവത്കൃതമായത് ഓപ്ഷൻസ് ഇവിടെയാണുള്ളത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1962 ഓക്കെ. 11, 2023 നവംബറിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ എവിടെ? കുപ്വാര ജില്ലയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടു. ഛത്രപതി ശിവജിയുടെ പ്രതിമ കേട്ടോ. ഓക്കെ, ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് കുപ്വാര ജില്ല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ജമ്മു കാശ്മീരിലാണ് കേട്ടോ കുപ്വാര എന്ന് പറയുന്ന ജില്ല. അവിടെ എന്താ നമ്മൾ പ്രത്യേകത പറഞ്ഞത്? ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു 2023. ഓക്കെ. 12, ബാനി ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടോ? ബാനി ഫെസ്റ്റിവൽ അത് ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് എന്നൊരു ചോദ്യം.
ഇതേതാണ്? ആന്ധ്രാപ്രദേശിൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ബാനി ഫെസ്റ്റിവൽ. അത് എന്തോ ഒരു എന്താ പറയുക, ദശമിയോ എന്തായിരുന്നു, വിജയദശമി ദിവസത്തിൽ നടക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റിക്ക് ഫൈറ്റാണ് ഈ ബാനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് തൊഴിൽ വാർത്തയിലെ ചോദ്യങ്ങളാണ്, അത് അതേപോലെ ഇട്ടതാണ് കേട്ടോ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയിലാണ്? ജോഗ്രഫിയൊക്കെ നമ്മൾ കുറേ വീഡിയോസ് ഇട്ടതാണ്, റിവിഷന് വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. കാരണം എല്ലാ ഏരിയയിലൂടെയും പോകുന്ന 50 ചോദ്യങ്ങൾ എങ്ങാണ്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേതിലായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഹിമാചലിലാണ് അത് വരിക അല്ലേ. സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വരുന്നത് ഹിമാചലിലാണ്, കുളു, ഷിംല, ഡാർജിലിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി 14, ചുവടെ തന്നിട്ടുള്ളവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത്. എളുപ്പമുള്ള ചോദ്യമാണല്ലോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ ഹിമാലയൻ നദികളാണ്. അപ്പം അതിൽ പെടാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി നർമ്മദയാണ്. നർമ്മദയൊക്കെ ഉപദ്വീപീയ നദികളിൽ വരുന്നതാണ്. ആരൊക്കെയാണ് ഉപദ്വീപീയ നദികളിൽ വരിക? നർമ്മദ, പിന്നെ താപ്തി, ഗോദാവരി, എഴുതട്ടെ കേട്ടോ, ഗോദാവരി, പിന്നെ ഏതുണ്ട്, മഹാനദിയുണ്ട്, പ്രധാനപ്പെട്ടതാണ് പറയുന്നത് കൃഷ്ണ, കാവേരി. ഓക്കെ, കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി, താപ്തി, നർമ്മദ, ഇതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ. 15, വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരം ബാങ്കുകൾ നൽകാറുണ്ട്. ഈ സംവിധാനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എന്താണ്? ഒന്നും കൂടി വായിച്ചു നോക്കൂ. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരം ബാങ്കുകൾ നൽകുന്നു. ഇതിനെന്താണ് നമ്മൾ പറയുക? ഓവർ ഡ്രാഫ്റ്റ് എന്നാ പറയാം. 15B ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി ഓപ്ഷൻ ബി 65 വയസ്സാണ്. 62 വയസ്സ് ഹൈക്കോടതി ജഡ്ജിമാരുടെയാണ് കേട്ടോ. ഹൈക്കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധിയാണ് 62 വയസ്സ്. 60 പിന്നെ അത് എന്താക്കിയതാണ്? 62 വയസ്സാക്കിയതാണ്. ഓക്കെ, ഇനി എന്താണ് പറയുക? സുപ്രീം കോടതി ജഡ്ജിമാർ ആർക്കാണ് രാജിക്കത്ത് നൽകുന്നത്? രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. ഓക്കെ, അവരുടെ വേതനമൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ? അല്ല, വേതനം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് ആണ് കേട്ടോ, പാർലമെന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം അതന്നെയാണ് 17ാമത്തെ ചോദ്യം. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകൻ ആരാണ്? ഓപ്ഷൻ ബി ഹെർബർട്ട് സ്പെൻസർ ആണ് കേട്ടോ, ഹെർബർട്ട് സ്പെൻസർ. 18, ഇന്ത്യൻ അത്ലറ്റായ എം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? എം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ചത് ഓപ്ഷൻ ഡി 2023 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബോസ്റ്റൺ ടീ പാർട്ടി നമുക്ക് പഠിക്കാനൊന്നുമില്ല, എങ്കിലും ഒരു ചോദ്യം കണ്ടു. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നതിൻ്റെ എത്രാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചതെന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ്, 250 കാരണം 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അതിൻ്റെ 250ാം വാർഷികമാണ് 2023 ഡിസംബറിൽ നമ്മൾ ആചരിച്ചത്. ഏതിൻ്റെ? ബോസ്റ്റൺ ടീ പാർട്ടീൻ്റെ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ എനിക്ക് പറ്റാവുന്ന പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.